ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം സോൾവിങ് സെഗ്മെൻ്റാണ്. ഇതിനകത്ത് ഞാനൊരു കുറച്ച് ട്വിസ്റ്റായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത് പതിവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ജനറൽ ക്വസ്റ്റ്യനാണ്. മിഡ് പോയിൻറ്റ് പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ മിഡ് പോയിൻറ്റ് പ്രോബ്ലം അല്ല. ഇത് മിഡ് പോയിൻറ്റ് വന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ ഏത് പോയിൻറ്റ് ഒരു ലൈനിനകത്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതാണല്ലോ നിങ്ങൾ ലൈനായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് അല്ലേ? ഞാൻ ലൈൻസ് പഠിപ്പിച്ചപ്പം വെച്ചിരുന്ന ലൈൻ ഇതാണ് അല്ലേ, ഒരു എയും ബിയും. ഓക്കെ, അപ്പോൾ 2 പോയിൻ്റ് അടങ്ങുന്ന ഒരു ലൈനാണിത്. അപ്പോൾ ഇതിൽ ഈ 2 പോയിൻറ്റിൻ്റെ ഇൻഫോർമേഷനാണ് തരുന്നതെങ്കിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ. ഓക്കെ, അതേസമയം ഈ 2 പോയിൻറ്റിലല്ല തരുന്നത്. പകരം എന്താ, ഇവിടെ ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോയിൻറ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പോയിൻറ്റോ, ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി എവിടെ വേണേലും വരാം. അങ്ങനൊരു പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇത് വരയ്ക്കാൻ സാധിക്കും? അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് ഒരു പോയിൻറ്റിൻ്റെ കേസാണ് ഇന്നിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻസ്, ഏത് പോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുവാണ്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ എ ബി ഓഫ് ലെങ്ത് 80 mm inclined at 30 degree with HP and 45 degree with VP. A point M on AB 30 mm from A is at a distance of 35 above HP and 40 in front of VP. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എമ്മിൻ്റെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ. ലൈൻ്റെ ട്രൂ ലെങ്ത് ഉണ്ട്, നമുക്കത് ആദ്യം എഴുതാം അല്ലേ. ഡേറ്റ് എഴുതാം. ട്രൂ ലെങ്ത് 80 mm. ഓക്കെ, അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഇൻക്ലിനേഷനാണ്. ആ ലൈന് എച്ച് പിക്ക് ഇൻക്ലിനേഷൻ എത്രയാണ്? 30 ഡിഗ്രി വിത്ത് എച്ച് പി, അതായത് തീറ്റ. ഓക്കെ, അപ്പോൾ 5 എത്രയാണ്? 45 ഡിഗ്രി. പിന്നെ പോയിൻ്റ് എം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡീറ്റെയിൽ ആണ്. എയുടെ പോയിൻറ്റോ അല്ലെങ്കിൽ ബിയുടെ പോയിൻറ്റോ അല്ല. എം എന്ന് പറയുന്നത് അതിന് ഇൻ ബിറ്റ്വീൻ വരുന്നതാണ്. എം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫ്രം 30 ഫ്രം എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്നും 30 mm മാറിയാണ് നിൽക്കുന്നത് ഈ പോയിൻ്റ്. അതുകൊണ്ട് അല്ലാത്ത ഇൻഫർമേഷൻ എന്താ? എച്ച് പിയിൽ നിന്നും 35 വി പിന്ന് 40 അല്ലേ. സോ എം ഡാഷ് എത്ര? 35 എബവ് എക്സ് വൈ ലൈനും എം 40 ബിലോ എക്സ് വൈ ലൈൻ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ എക്സ് വൈ ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് എമ്മിൻ്റെ ഡിസ്റ്റൻസ് വരയ്ക്കാം. അതായത് നമ്മൾ പോയിൻ്റ് ഒരു ഇൻഫർമേഷൻ അല്ലേ, എയോ ബിയോ അല്ല, ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പോയിൻ്റ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എക്സ് വൈ ലൈൻ്റെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഏകദേശം ഒരു മിഡിൽ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം മിഡിൽ, കാര്യം ഇത് മിഡ് പോയിൻറ്റും അല്ല. സോ നമുക്ക് എവിടെയെങ്കിലും ഒരു മിഡിൽ മതി. കാര്യം അങ്ങോട്ട് എയുടെ ലൈൻ നമുക്ക് വരയ്ക്കണം, എയുടെ പോയിൻറ്റും വരയ്ക്കണം, ബിയുടെ പോയിൻറ്റും വരയ്ക്കണം. സോ അതിനുള്ള ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ജസ്റ്റ് ഒരു നടുക്കായിട്ട് തന്നെ വരച്ചോ, പ്രശ്നമില്ല. 80 ആണ് ലൈൻ്റെ ലെങ്ത്. അപ്പോൾ ആ ഒരു മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ കണ്ടില്ലേ, ഇത്രേ ലെങ്ത് വരത്തുള്ളൂ, 80. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തല്ലേ ഇതിനകത്ത് കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ലോക്കസ് വരച്ചിടാം. നമ്മുടെ കയ്യിലുള്ള പോയിൻ്റ് ഇതാണ്. നമ്മൾ സാധാരണ എയുടെ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഏതാണ്? എമ്മിൻ്റെ പോയിൻ്റാണ്. അവിടെ നോട്ടെ. ഓക്കെ, എമ്മിൻ്റെ ലോക്കസും നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ലൈനിൻ്റെ ഇൻക്ലിനേഷൻ വരയ്ക്കാം. നമുക്ക് എം എന്ന് പറയുന്നത് അതേ ലൈനിലുള്ള മറ്റൊരു പോയിൻ്റാണ്. അപ്പോൾ ഒരു ഇൻക്ലിനേഷൻ പറഞ്ഞാൽ ആ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സിനും ഒരേ ടൈപ്പ് ഓഫ് ഇൻക്ലിനേഷൻസ് ആയിരിക്കത്തില്ലേ. ഇൻക്ലിനേഷൻ വിത്ത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ
ഇവിടെ ഉള്ള പോയിൻറ്റിൻ്റെ എക്സ് വൈ ലൈനുമായിട്ടുള്ള ഇൻക്ലിനേഷൻ തന്നെയാണ് ഇവിടെ ഉള്ള പോയിൻറ്റും എക്സ് വൈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്നത് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, എമ്മിൽ വെച്ചുകൊണ്ട് തന്നെ ഇൻക്ലിനേഷൻ വരയ്ക്കാം. ആംഗിൾസിൻ്റെ ലൈനാണ് അല്ലേ, ലൈൻ പാരലൽ ലൈൻസിലുള്ള എല്ലാ ആംഗിൾസും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അത് കൊണ്ട് നമുക്കിവിടെ എം ഡാഷിൻ്റെ അവിടെ വെച്ച് എച്ച് പിയുടെ ഇൻക്ലിനേഷൻ വരയ്ക്കാം. ഓക്കെ, ദാറ്റ് ഈസ് 30. അതുപോലെ തന്നെ എമ്മിലാണെങ്കിലോ, എമ്മിൽ എത്രയാണ്, 45 വിത്ത് വി പി ആയിട്ട് വരച്ചാൽ മതി. കാര്യം നമുക്കിനി അതിനകത്ത് വരയ്ക്കാനുണ്ട്, വേറെ മാർക്ക് ചെയ്യാനുണ്ട്. സോ നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് വരച്ചാൽ മതി. ഇനി ഇതിൽ ആണ് ആര് വരേണ്ടത്, നമ്മുടെ ട്രൂ ലെങ്ത് വരേണ്ടത്. കാര്യം ഇൻക്ലിനേഷൻ ട്രൂ ഇൻക്ലിനേഷനാണ് തന്നിരിക്കുന്നത് അല്ലേ, തീറ്റ എന്ന് പറഞ്ഞാൽ ട്രൂ ഇൻക്ലിനേഷനാണ്. സോ നമുക്ക് ട്രൂ ലെങ്ത് ഇതിലാണ് വരേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ എം ഡാഷിൽ നിന്നും 30 mm മാറിയാണല്ലോ എ പോയിൻറ്റ്. ഓക്കെ, എമ്മിൽ നിന്നും നമുക്കത് മാർക്ക് ചെയ്യണം, എം ഡാഷിൽ നിന്നും മാർക്ക് ചെയ്യണം. നമുക്ക് ആദ്യം ട്രൂ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് 30 ആണെങ്കിൽ ബാക്കി എത്രയാണ്, 80 ടോട്ടൽ ട്രൂ ലെങ്ത് എത്രയാണ്, 80 ആണ്. അപ്പം ആ പോയിൻറ്റിൽ നിന്നും ബാക്കി എത്ര വരും, 50. 1 2 3 4 5 അല്ലേ, 50 എന്നാണ് നമ്മുടെ ട്രൂ ലെങ്ത്. അപ്പോൾ ഈ പോയിൻ്റ് നമ്മുടെ B2, ഈ പോയിൻറ്റോ A2, ബിക്കോസ് ഇത് ട്രൂ ലെങ്ത് ആണ്, നമ്മൾ വരച്ച് തീർന്നിട്ടില്ല അല്ലേ. എ എന്ന് പറഞ്ഞ നമ്മുടെ പോയിൻ്റ് ഇത് ആയിട്ടില്ല, ഇത് നമ്മുടെ ട്രൂ ലെങ്ത് മാത്രം തന്നിട്ടുള്ളതുകൊണ്ട് അത് വെച്ച് നമ്മൾ ചെയ്യുക. പോയിൻറ്റിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2 പോയിൻ്റ്, അതായത് ഒരു ലൈനിൻ്റെ അകത്ത് വരുന്ന, ഒരു ലൈനിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു പോയിൻറ്റിൻ്റെ പ്രോബ്ലം വന്നാൽ ഈ രീതിയിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. പ്രോസസ്സ് എല്ലാം സെയിം ആണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ആദ്യം മാർക്ക് ചെയ്യുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഓക്കെ. സോ ഇത് നമ്മുടെ A1ഉം ഇത് നമ്മുടെ B1 ഡാഷ്, A1 ഡാഷും B1 ഡാഷും ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എന്താ, അപ്പോൾ അതുപോലെ നമ്മുടെ ലോക്കസ് വരച്ചിടണം. ആർക്കൊക്കെയാണ്, A2 B2 A1 B1 എല്ലാവർക്കും ലോക്കസ് വരയ്ക്കണം. കാര്യം ഇവിടെ നിന്ന് നമ്മൾ ഒരു പോയിൻറ്റിനെ വെച്ചിട്ട് എനെ ഫിക്സഡ് ആക്കി വെച്ച് ബീനെ മാത്രമല്ല നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, എമ്മിനെ ഫിക്സഡ് ആക്കി വെച്ചും കൊണ്ട് എനെയും ബീനെയും നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സീസോ പോലെയാണ് വരുന്നത്. എമ്മിനെ സെൻറ്ററാക്കി വെച്ചിട്ട് എനെ ഏത് ഡയറക്ഷനിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കണം നമ്മൾ ബീനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു, എനെ ഫിക്സഡാക്കി ബി അല്ലേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അതും എങ്ങോട്ടായിരുന്നു, ഇങ്ങോട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് എന്നല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോക്കസ് എല്ലാം ആയി അല്ലേ. ഏതൊക്കെയാണ് ലോക്കസ്, ബി ഡാഷിൻ്റെ ലോക്കസ്, എം ഡാഷ്, എ ഡാഷ്, പിന്നെ എ എം ബി. ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോസ് ചെയ്യുക, റിവൈൻഡ് ചെയ്യുക, കാണുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാം. ഇത് ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന എന്താണ്, എം ഡാഷിനെയാണ് ഞാനിവിടെ ഫിക്സഡ് ആക്കി വെക്കുന്നത് അല്ലേ. എം ഡാഷിന് ഫിക്സഡ് ആക്കി വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൂ ലെങ്തിന് നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മുടെ മാസ്റ്റർ ഫിഗറിൽ നിന്ന് നമുക്കറിയാം ട്രൂ ലെങ്ത് B1 ആണ് അല്ലേ. B1നെ നമ്മൾ എന്താ ചെയ്യുന്നത്, എപ്പോഴും B1നെ താഴെ എയുടെ ലോക്കസിലാണ് നമ്മൾ കൊണ്ടുപോകണം. പക്ഷേ ഇപ്പോൾ നമുക്ക് എയുടെ ലോക്കസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എമ്മിനെയാണ് നമ്മളിവിടെ പോയിൻ്റാക്കി കൺസിഡർ ചെയ്യുന്നത്, ഫിക്സഡ് പോയിൻ്റ്. അപ്പോൾ അവിടെ ലോക്കസിൽ കൊണ്ടുപോകും. അതാണ് നമ്മുടെ ഇവിടുത്തെ B1. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോമ്പസ് എടുക്കുക, എമ്മിനെ സെൻറ്ററാക്കി വെച്ചിട്ട്, ക്ലിയർ ആണോ നിങ്ങൾക്ക്,
എമ്മിനെ സെൻറ്ററാക്കി വെച്ചിട്ട് കുറച്ച് ഞാൻ മുകളിലോട്ടാക്കാം. എമ്മിനെ സെൻറ്ററാക്കി ഈ B1നെ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്ത് ബിയുടെ ലോക്കസ് കട്ട് ചെയ്തു. ക്ലിയർ ആണ്? ആ കിട്ടിയ പോയിൻ്റാണ് ബി. ഇതുപോലെ തന്നെ തിരിച്ച് ചെയ്യണം. എങ്ങനെ? B2 മുകളിലോട്ട് വരയ്ക്കുക. B2നെ മുകളിലോട്ട് ആര് വരെയാണ്? M' വരെ വരയ്ക്കുക. M' വരെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? B2' കിട്ടും അല്ലേ? B2' കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? M' വെച്ചിട്ട് M' B2' ഡിസ്റ്റൻസ് എടുത്ത് B' ലോക്കസ് കട്ട് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഇതുപോലെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എഴുതാം ആദ്യം B'. റിവേഴ്സ് ആർക്കാണ് ചെയ്യേണ്ടത്? A2ന് ഇതേപോലെ ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്ക് ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ നമുക്ക് A2നെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ ഈ B' Mഉം കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ A1' ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും A'. കേട്ടോ? അതുപോലെ Bയും ഈ Mഉം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ഇതിലോട്ട് വരയ്ക്കുന്ന ലൈനായിരിക്കും, പോയിൻ്റ് ആയിരിക്കും. ഇവിടെ വന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് സ്മോൾ a. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത, അപ്പം ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? A2നെ നമ്മൾ എങ്ങോട്ടാണ്? ട്രൂ ലെങ്തിനെ എങ്ങോട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും? മുകളിലോട്ട് റൊട്ടേറ്റ് ചെയ്യില്ല. A2നെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. എവിടം വരെ? M വരെ. ഈ സെയിം പ്രോസസ്സ് ഇപ്പുറത്തും ചെയ്യണം. ഇവിടെയാണ് ആ പോയിൻ്റ് കിട്ടുന്നത്. അത് A2'. A2'നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് എങ്ങോട്ട് കെട്ടണം? A1'ൻ്റെ ലോക്കസ് ഏതാണോ അത് തന്നെയാണ് നമ്മുടെ Aയുടെ ലോക്കസ്. A' ലോക്കസും അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് A. ഫൈനൽ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് അതുപോലെ ഇവിടുത്തെ A1' നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എമ്മിൻ്റെ ലോക്കസിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് A1 എന്ന് കിട്ടും. ആ A1നെ, അതായത് നമ്മൾ ഇപ്പുറത്ത് ചെയ്ത അതേ പ്രോസസ്സാണ് കേട്ടോ ഇപ്പുറത്ത് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ B1 എടുത്ത് എന്താ ചെയ്തത്? നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു, താഴോട്ട് റൊട്ടേറ്റ് ചെയ്തു അല്ലേ, ക്ലോക്ക് വൈസ്. അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്തെ A1 എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം? മുകളിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതായത് സീസോ മാതിരിയാണ്. ഒരാൾ താഴെ പോകുമ്പോൾ മറ്റാൾ മുകളിലേക്ക് പോകണം. ഇവിടെ ഇവിടെ നമ്മൾ A1നെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ Aയുടെ ലോക്കസിൽ കൊണ്ടുവന്നു. ഇനി ആ Aയും ഈ Mഉം ഈ Bയും അങ്ങനെ നമ്മൾ രണ്ടിതും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അടുത്ത നമ്മുടെ ട്രൂ ലെങ്തിൻ്റെ ആ ലൈനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്ക് ചെയ്യണം എന്തായാലും, കേട്ടോ. ആ രണ്ട് ലൈൻ കൂടെ നമ്മൾ ഡാർക്ക് ചെയ്യണം. കണ്ടോ? അപ്പോൾ ഇത് A2 B2 ട്രൂ ലെങ്താണ്. ഇവിടെ A B ടോപ്പ് വ്യൂ. ഇവിടെ A1' B1' ട്രൂ ലെങ്താണ്. A' B' ഇവിടെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യണം? ഈ B' ഈ Bയും കൂടെ നമുക്ക് ജോയിൻ ചെയ്യണം അല്ലേ. ലൈറ്റായിട്ട് ജോയിൻ ചെയ്താൽ മതി. ജസ്റ്റ് ലൈറ്റായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. പിന്നെ ഈ ഫ്രണ്ട് വ്യൂ ഇവിടുത്തെ
എ ഡാഷും എയും നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യാം. ഇതെന്താണ്, ഇതാണ് നമ്മുടെ എൻഡ് പ്രൊജക്റ്റേഴ്സ്. സോ എൻഡ് പ്രൊജക്റ്റേഴ്സ് നമ്മളെപ്പോഴും വരയ്ക്കണം, പക്ഷേ ലൈറ്റായിട്ട് വരച്ചാൽ മതി, ഡാർക്ക് ചെയ്യേണ്ട. ട്രൂ ലെങ്തും ഫ്രണ്ട് വ്യൂസും മാത്രം നമ്മൾ ഡാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ ചെയ്ത എന്താണ്, ശരിക്കും ഇപ്പുറത്ത് ചെയ്ത നമ്മൾ ഇതുവരെ റൈറ്റ് സൈഡിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ പ്രോസസ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിലും ചെയ്യേണ്ടി വന്നു. അതിങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാത്രം നമ്മളത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു പോയിൻറ്റ് ഉറപ്പിച്ചിട്ട്, അതായത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. ആ പോയിൻ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. അങ്ങനെ തരികയാണെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ചെയ്യാവൂ. അതല്ല എയുടെയോ ബിയുടെയോ ഡിഫറൻസ് ആണ് തരുന്നതെങ്കിൽ, ഐ മീൻ എന്തെങ്കിലും ഡയമെൻഷൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ നിങ്ങൾക്ക് തോന്നും. കോംപ്ലിക്കേറ്റഡ് അല്ല. 1-2 പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതേപോലെ വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് 100% വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബൈ. അപ്പം പുതിയൊരു ക്വസ്റ്റ്യൻ വരുന്നവരേക്കും മസ്സലാമ.